ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസിന്റെ CEO ഷുഹൈബിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. ഷുഹൈബ് വിദേശത്തേക്ക് കടക്കുന്നത് തടയാനാണ് നടപടി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഷുഹൈബ് ഇന്നലെ ഹാജരായിരുന്നില്ല. ഈ ഷുഹൈബുമായി ബന്ധപ്പെട്ട അന്വേഷണം കഴിഞ്ഞ കുറേ ദിവസമായി മുന്നോട്ട് പോവുകയാണ്. ഈ അന്വേഷണം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ഷുഹൈബ് വീണ്ടും ലൈവിൽ വന്നിരുന്നു. ന്യായീകരിക്കുന്ന ഈ വാർത്തകളെയൊക്കെ തള്ളിപ്പറയുന്നു, മാധ്യമങ്ങളെ പരിഹസിക്കുന്നു. വീണ്ടും 2 യൂട്യൂബ് ചാനൽ കൂടി ഞാനിതാ തുടങ്ങാൻ പോകുന്നുണ്ട്, കൂടുതൽ വീണ്ടും സജീവമാവുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആളുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന സ്ഥിതിയാണ്. അയാൾ വിദേശത്തേക്ക് പോകാതിരിക്കാനുള്ള ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനുള്ള തീരുമാനമാണ്. ഇന്ത്യാസ് കരീമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഇന്ത്യാസ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഇയാളെ കണ്ടെത്താൻ കഴിയാത്ത എന്തുകൊണ്ടാണ്, എവിടെയാണ് എന്ന കാര്യത്തിലൊക്കെ ഒരു സൂചനയും ഇല്ലാത്ത സ്ഥിതിയാണോ? രതീഷ് ആൻഡ് അഭിലാഷ്, ഇപ്പോൾ ഈ ചോദ്യപേപ്പർ സംസ്ഥാനത്ത് ഏറ്റവും ഒരു ഗുരുതരമായ ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ച് ഇത്രയും ദിവസമായിട്ടും MS സൊല്യൂഷന്റെ ആരോപണം നേരിടുന്ന കേസെടുത്തിരിക്കുന്ന MS സൊല്യൂഷന്റെ CEO ആയിട്ടുള്ള ഷുഹൈബിനെ ഒന്ന് ചോദ്യം ചെയ്യാനോ ഇതിൽ കൂടുതൽ തെളിവുകളിലേക്ക് എത്താനോ ഒന്നും തന്നെ ഇതുവരെ ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ആയിട്ടില്ല എന്ന് വേണം നമ്മൾ ആദ്യം തന്നെ പറയാൻ. ഇപ്പോഴിതാ ഈ MS സൊല്യൂഷൻ സിഇഒക്കെതിരെ ഈ CEO നാട് വിടാതിരിക്കാൻ, വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് തന്നെ ഇവരോട്, ഈ MS സൊല്യൂഷന്റെ CEO ആയിട്ടുള്ള ഷുഹൈബിനോടും അതുപോലെ തന്നെ സ്ഥാപനത്തിലെ മറ്റു 2 പ്രധാനപ്പെട്ട അധ്യാപകരോടും ഈ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാവാനെല്ലാം തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇന്നലെ തന്നെ ഇദ്ദേഹം ഒളിവിലാണ്, ഇദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാവില്ല എന്ന ഒരു കാര്യം മുൻപിൽ ഉണ്ടായിട്ട് പോലും ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. ഇപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കേണ്ട ഒരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്യൽ കൊണ്ട് മാത്രമൊന്നും നിൽക്കുന്ന ഒരു കാര്യവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ശാസ്ത്രീയ തെളിവുകൾ ഇയാളിൽ മാത്രമായി ഒതുങ്ങില്ല. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ തമ്മിലുള്ള കിടമത്സരം അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ്. ഇത് മാത്രമല്ല, എങ്ങനെ ചോദ്യപേപ്പർ ചോരുന്നു, ആരാണ് ചോർത്തി കൊടുത്തത്, അധ്യാപകരുടെയും മുന്നധ്യാപകരുടെയും പങ്ക് കേവലം യൂട്യൂബേഴ്സ് മാത്രമാകില്ലല്ലോ ഇക്കാര്യത്തിൽ. 2 സെറ്റ് ചോദ്യപേപ്പറാണ് തയ്യാറാക്കിയത്. അത് തയ്യാറാക്കിയ ആളുകൾക്കും വിതരണം ചെയ്യുന്ന ആളുകൾക്കും സ്വാഭാവികമായി ഇതിൽ പങ്കുണ്ടാകും. മാത്രമല്ല ഈ MS സൊല്യൂഷൻസിലെ മറ്റ് അധ്യാപകരിലേക്കും മറ്റ് ജീവനക്കാരിലേക്കും ഒക്കെ അന്വേഷണം പോകുമെന്നും പറഞ്ഞിരുന്നല്ലോ. ആ ദിശയിൽ കാര്യമായി മുന്നോട്ട് പോകുന്നില്ലേ? തീർച്ചയായിട്ടും. അതായത് MS സൊല്യൂഷന്റെ തന്നെ CEO ആയിട്ടുള്ള ഷുഹൈബിനൊപ്പം മറ്റു പ്രധാനപ്പെട്ട 2 അധ്യാപകരോടും ഹാജരാകാൻ വേണ്ടിയിട്ടായിരുന്നു നിർദ്ദേശം. നേരത്തെ മാതൃഭൂമി ന്യൂസിനോട് തന്നെ MS സൊല്യൂഷനിലെ ഒരു അധ്യാപകൻ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഈ ചോദ്യപേപ്പർ, അതായത് ഞങ്ങൾ ചോദ്യപേപ്പർ ചോർത്തുന്നവരല്ല, ഞങ്ങൾ ഇത്തരത്തിൽ ചോദ്യങ്ങൾ, അതായത് എല്ലാ വർഷവും വരാറുള്ള ചോദ്യങ്ങളെക്കുറിച്ച് ലൈവിൽ വന്ന് അത് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്, അത് അതേ രൂപത്തിൽ വരാറുണ്ട് എന്നുള്ളതായിരുന്നു അന്ന് മാതൃഭൂമി ന്യൂസിനോട് അദ്ദേഹം പറഞ്ഞിരുന്നൊരു വിശദീകരണം. ഇതിൽ ഷുഹൈബ് തന്നെ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ മാത്രമല്ല, വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, മറ്റു പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോമുകളിലെല്ലാം നിരന്തരമായിട്ട് വരുന്ന ചോദ്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ലൈവിൽ വന്നുകൊണ്ട്, MS സൊല്യൂഷൻ ലൈവിൽ വന്നുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ പറയുന്നത് എന്നാണ്. എന്തായാലും ഷുഹൈബിലേക്ക് ഈ അന്വേഷണം എത്തുമ്പോൾ, അതായത് നേരത്തെ ഹാർഡ് ഡിസ്ക് എല്ലാം പിടിച്ചെടുത്തിരുന്നു. ആ ഹാർഡ് ഡിസ്ക് എല്ലാം തന്നെ ഒരു ശാസ്ത്രീയമായ പരിശോധന നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഇത് എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത്, ആർക്കും ഇതിൽ പങ്കുണ്ട്, ഏത് സോഫ്റ്റ്വെയറിലാണ്, ഏതൊക്കെ അധ്യാപകരാണ്, ഇതിലുള്ള കാര്യങ്ങളിലെല്ലാം ഒരുപക്ഷെ കൃത്യമായിട്ട് വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇത് MS സൊല്യൂഷനിൽ മാത്രം നിൽക്കുന്നതല്ല എന്ന ഉറപ്പുള്ള കാര്യവുമാണ്. ഇന്ത്യാസ് കരീമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.